പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടിയർ ഗെയിമിങ്ങിൻ്റെ ഒരു നോർമൽ ഗെയിം പ്ലേ ഒക്കെ ആയിട്ടാണ്. ആൻഡ് ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ അക്കൗണ്ടിൽ. പിന്നെ ന്യൂ സ്കിൻ അങ്ങോട്ട് നമ്മൾ അൺലോക്ക് ആക്കി. ഇതായിക്കാരൻ ന്യൂ ഇതല്ല സ്കിന്ന്. ഇനി നമ്മൾ വേറെ സ്കിന്ന് വാങ്ങാനുള്ള പ്ലാൻ ഇല്ല നമ്മളതിൽ ഫുള്ളും. ഇതാണ് നമ്മളതിന് ഒഫീഷ്യൽ സ്കിൻ. ഇതിൻ്റെ അങ്ങോട്ടുമില്ല മാറ്റല്ല. ഇനി വേണമെങ്കിൽ ആക്സസറിയൊക്കെ വാങ്ങും ഒക്കെ ഉണ്ടാവും. നമ്മളെ അക്കൗണ്ടിൽ കുറേ കിട്ടുക്ക സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിക്കണ്. പിന്നെ അപ്പം ഞാൻ ഒന്നൊന്നായി കാണിച്ചു തരാം. ആൻഡ് ഫസ്റ്റ് അസൽ റൈഫിലിന് ഒരു സ്കിൻ കേസ് ഉണ്ടായിരുന്നല്ലോ. 10 ബില്യൺ വിസിറ്റ് പറഞ്ഞ ഈ സ്കിൻ കേസ് ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ടാവില്ലേക്കാരം വീഡിയോയിൽ. ആൻഡ് ഓഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ടാവും. ഓഗ് വേറൊരു അക്കൗണ്ടിലായിരുന്നു, അത് ഞാൻ പറയാം. ആൻഡ് നമ്മളതിൽ പിന്നെ ഇവിടെ പിന്നെ വലിയ സ്കിൻ കേസൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ഈ സ്കിൻ കേസ് എനിക്ക് കിട്ടിയത് എവിടെന്ന് വെച്ചാൽ ഡെയിലി പാസ് മറ്റേ പാസ്സില്ല അത് ആയിരുന്നു. പിന്നെ റിവോൾവറിന് കിട്ടി എനിക്ക്. അത് ഞാൻ കളിച്ചിട്ട് 10 മറ്റേ ടിക്കറ്റ് ആക്കിയതിന് ശേഷം ഞാൻ വാങ്ങിയതാണ്. ഈ ഒരു സ്കിൻ കേസിൽ നിന്ന് കിട്ടിയതാണിത്. ഇത് കുറച്ച് OP സാധനമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് പിന്നെ ഇത് വീഡിയോ ഒന്നുകൂടെ ഈ ചെയിൻസോ, ഇത് കിടില ചെയിൻസോ ആണ്. ആൻഡ് അത് കിടിലൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് പിന്നെ എനിക്ക് റിവോൾവർ അത്ര പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ പിന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതാണ്. പക്ഷേ ഈ ടൈമിൽ ഞാൻ ഡെയിലി പാസിൽ എനിക്ക് പിക്സൽ ഉണ്ടായിരുന്നു കേസ്. ഞാൻ വെറുതെ കഴപ്പിനെടുത്ത് കളഞ്ഞ് ഞാൻ സ്കിൻ കേസ് തുറന്നത് ഭാഗ്യത്തിന് വേണ്ടി. ഞാൻ കേസ് മണ്ടനായില്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളെ ഇത് വന്ന അപ്ഡേഷൻസ് അക്കൗണ്ടിൽ വന്ന അതൊക്കെ തന്നെയല്ലോ. പിന്നെ നമ്മളെ അക്കൗണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കൊറിയൻ ഇതാക്കി വെച്ചു. അപ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട് നമ്മളെ ഇത് കാണാൻ. ഞാൻ ഇതിൻ്റെ പേരൊക്കെ മാറുന്നു, അത് കാണാൻ എനിക്കൊരാഗ്രഹം. പക്ഷേ ഇല്ല. പിന്നെ കൊറിയൻ ആക്കുമ്പം ലാഗ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. ഇനി വീഡിയോ എടുക്കും, റെക്കോർഡർ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കത്തും പോകേണ്ടത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കിയറിയാം. അപ്പം എന്തായാലും ഒന്ന് മര്യാദക്ക് കളിക്കണം. എങ്ങനെയെങ്കിലൊക്കെ 2-3 കളി കളിക്കാം. എന്നിട്ട് നോക്കാം എങ്ങനെ രണ്ടിൻ്റെ കളി മാറിക്കണമെന്നൊക്കെ നോക്കാം. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഓട്ടോ ഷൂട്ട് ഓഫാക്കാണ്. ഗൈസ് ഞാൻ കളിച്ച് പഠിച്ച് വരണമല്ലോ, അതുകൊണ്ട് ഓട്ടോ ഷൂട്ടിൽ നിന്ന് നോക്കി കളിക്കും. പിന്നെ ഓട്ടോ ഷൂട്ടൊക്കെ മാറ്റണമെന്നുണ്ട് എനിക്ക് പുതിയ. പക്ഷേ ഓട്ടോ ഷൂട്ട് മാറ്റിയ ഇതാവും. അരീനേൻ്റെ പേരൊക്കെ ഇങ്ങനെയാണ്. ഇത് കൊറിയ ഏത് ഭാഷ പോലും എനിക്കറിയില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഞാൻ പുതിയ ലോഡ് ഔട്ട് എടുത്തിരുന്നത്. ഇതാണ് ഇപ്പം എൻ്റെ പുതിയ ലോഡ് ഔട്ട്. ഇത് സീൻ ലോഡ് ഔട്ടാണ്. നമുക്ക് 3 ലെവലിൽ ഇതോ കൊച്ചുകുണ്ടനാണ് നമ്മളപ്പോൾ കളിക്കണമെന്ന് കണ്ടോ. അതുകൊണ്ട് തലക്കറ് കൊണ്ടാ പടപടായിട്ട് ചാവും. പക്ഷേ ഈ ചങ്ങ ഇപ്പം കണ്ടോ ഈസിയായിട്ട് ജയിക്കാം. സ്കെഡ്യൂൾ സംഭവമാണ്, അത് വേറെ കാര്യം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടണം എന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പിന്നെ ഇടാനില്ല, അപ്പം ഞാൻ നിർത്തി. ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഒത്തിരി ഇടാർക്കാണ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് എന്തിനാണ് ഈ പെയിൻറ്റ് ബോൾ ഇടണതെന്ന്. അത് എനിക്ക് എന്നോട് പറഞ്ഞു ഈശാന്. അവൻ പറഞ്ഞു അപ്പം ഈ ലാഗ് കുറക്കും പെയിൻറ്റിൻ്റെ ഈ ഇതില്ലേ പെയിൻറ്റിൻ്റെ സ്കിന്ന്, അത് ലാഗ് കുറക്കും പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ സ്കിൻ എടുത്തത്. ഓക്കെ, ഫോട്ടോ ആണെങ്കിലൊക്കെ കണക്കാണ് നമ്മൾ. അപ്പം 3 ലെവലിലെ ചെങ്ങൈനെ കൊന്നൂന്നൊന്നും പറയാൻ നിൽക്കണേ മനെ. ഇതൊക്കെ ഇപ്പോഴത്തെ ഉണ്ടായപ്പോൾ എൻ്റെ 1 ലെവലിലൊരു പൊണ്ണുമുള്ള വന്നീനി. എൻ്റെ പൊഞ്ഞ് ട്രിക്ക് ഷോട്ട് എന്നൊക്കെ പറഞ്ഞാൽ പക്ക ട്രിക്ക് ഷോട്ടറാണ്. ഒരു വെടി ഉണ്ടാകാതെ ഓനി റിവോൾവറുണ്ട്. ഞാൻ പേടിച്ചു. എങ്ങനെ സ്കിഡിലല്ലേ. പിന്നെ ഈ സൗണ്ടൊക്കെ കേൾക്കാൻ പെരും കിടിലാനാട്ടോ. ഗേസ് എനിക്ക് നല്ല ഇഷ്ടമായി.
പിന്നെ ഞാൻ പുതിയ വാങ്ങിയ കുറച്ച് ഗൺസ് ഉണ്ട്, ഫ്ലയർ, അങ്ങനത്തെ കുറച്ച് അല്ലാതെ ചില്ലറ. ആ ഗൺസുകൾ കാണണമെന്നുണ്ടോ പുതിയ പറഞ്ഞെങ്കിൽ ഞാൻ കാണിച്ചു തരേണ്ട ഓരോന്ന്. അതൊക്കെ പിന്നെ അത് സ്കിൻ കേസ് ആയിക്കാര ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ കാണാൻ ഇഷ്ടം, അല്ലാതെ ആർക്കും വലിയൊരു ക്രേസ് ഉണ്ടാവില്ല. ഗണ്ണ് ഓക്കെ ഞാൻ പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. ഞാൻ 5 കീക്ക് കിട്ടണ ഏറ്റവും ചെറിയൊരു സാധനമാണ് സ്പ്രേ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അത് കിട്ടില്ല സാധനമാണ്, കിടിലം പോലെ വെടിയൊക്കെ പോവും. കാണിച്ചു തരാം. ഇതോടോ ഓനെ കിട്ടിയാതി കണ്ടോ 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 കിടിലം പോലെ വെടി പോവും. പക്ഷേ എനിക്ക് അതുകൊണ്ട് കളിക്കാറില്ല. സാരല്ല, നമുക്ക് എടുക്കാം. പിന്നെ എല്ലാവരും പിന്നെ ആ ബോർഡിലാലില്ലേ അപ്പുറത്തേക്ക് ഞങ്ങൾ എന്തിലാണ് കളിക്കണോ ലാപ്പിൽ. എന്നിട്ട് പോകണം 3 ലെവൽ 2 മണി ആണോ എന്തൊരു കളി കളിക്കണേ. ഈ കളി നമ്മൾ മിക്കവാറും പൊട്ടിയാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ നൂബെന്ന് ഞാൻ പറഞ്ഞു വേറെ കാര്യം. പിന്നെ ഓട്ടോഷൂട്ട് ഓഫാക്കിയില്ല കളി കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. ഞാൻ ഒരു കമൻറ്റ് ചെയ്യണില്ല, എനിക്ക് സബ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് കമൻറ്റ് മതി. എനിക്ക് കമൻറ്റ് കാണുമ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം വരും എനിക്ക്. എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് പോകുമ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ട്. അയ്യോ ഞാൻ ചത്ത്. ഓ വേണ്ടി തലക്ക പോയിനി ഗസ്. പിന്നെ അവർക്ക് ഇന്നും ഗെയിം പ്ലേസിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇനി വേറെ ഏത് ഗെയിമിൻ്റെ വേണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വേറൊരു കാര്യം കരുതിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലൊക്കെ കരുതുന്നുണ്ട് മൈൻക്രാഫ്റ്റ് സെർവർ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ് ഗൈസ്, പ്ലീസ് കമൻറ്റ്. ആൻഡ് നമ്മളെ കിടുക്കം ഷോർട്സിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങും. ഞാൻ ഇപ്പം പറയില്ല, അടുത്ത വീഡിയോ മുതൽ ആ ചാനലിൽ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ വന്നുകൊണ്ടേക്കും ഗൈസ്. എല്ലാവരും പോയി സബ് ചെയ്തിട്ടോളി. അതിലിങ്ങനെ കിടുക്കം ഷോർട്സ് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ നല്ല കിടിലൻ ഷോർട്സ് ചെയ്യിക്കാരം. ആൻഡ് നമ്മൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ വേറെ കുറേ പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് നല്ല പൂതിയുണ്ട്, ചെയ്ത് നോക്കണം എന്നുണ്ട്. ഓക്കെ അപ്പോൾ കേസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര എല്ലായിടത്തും എല്ലാവർക്കും ബൈ.